വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രവേശിക്കാം. ദൈവം ഇന്നേ ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഇന്നത്തെ വചനം സങ്കീർത്തനം 63 അധ്യായം 8 വാക്യമാണ്. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തും. സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തകൻ ഇങ്ങനെയാണ് ദൈവത്തോട് പറയുക, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവുണ്ട്. മാമോദീസായിലൂടെ ആത്മാവ് ജനിച്ചു. ഈ ആത്മാവിനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ആത്മാവ് എപ്പോഴും ഈശോയോട് ഒന്നായി ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജീവിത രീതികൾ, സ്വഭാവങ്ങൾ, ചിന്തകൾ ലൗകികമായി മാറുമ്പോൾ ആത്മാവ് ഈശോയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ വേണ്ടി നമ്മുടെ ലൗകിക ജീവിതം, ജഡിക ജീവിതം, തിന്മ നിറഞ്ഞ ജീവിതം തടസ്സമായി മാറും. സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം അത് വായിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കണം. ഓരോ വചനങ്ങളും എടുത്തിട്ട് അതനുസരിച്ച് നമ്മുടെ സ്വഭാവമാക്കി നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ജഡികമായ ജീവിതങ്ങൾ, തിന്മ നിറഞ്ഞ ജീവിതങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോയി നമ്മുടെ ആത്മാവ് എപ്പോഴും ഈശോയോട് ഒട്ടിച്ചേർന്നെടുക്കും. അത് വലിയൊരു അനുഭവമാണ്. ഈശോയുടെ സ്നേഹം അഗാധമായി അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവ് എപ്പോഴും ഈശോയോട് ഒട്ടിച്ചേർന്നിരിക്കുമ്പോഴാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വചനം വായിച്ച് നമ്മുടെ സ്വഭാവം മാറ്റണം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് എൻ്റെ സ്വഭാവത്തെ മാറ്റി എൻ്റെ ആത്മാവ് എപ്പോഴും അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു ആത്മീയ അഭിഷേകം തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവ് എപ്പോഴും അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കർത്താവേ, അതിന് തടസ്സം നിൽക്കുന്ന എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ ജഡികമായ ജീവിതങ്ങൾ, തിന്മ നിറഞ്ഞ ജീവിതങ്ങൾ, കർത്താവേ, അതൊക്കെ തിരുത്തുവാൻ, അങ്ങയുടെ വചനം വായിച്ച് തിരുത്തുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ
ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കേണ്ട വചനം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. വചനം ഇതാണ്: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ഈ വചനം ഒന്ന് സൂക്ഷിച്ചു നോക്കുകയും ഒന്ന് സൂക്ഷിച്ച് വായിച്ചു നോക്കാം. അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. നമുക്കറിയാം, അപ്പം, ആഹാരം നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം അത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മാവിനെ നിലനിർത്തുവാൻ വേണ്ടിയാണ്, നമ്മളെ പൂർണ്ണമായും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതാരാണ്? ഈശോയാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഈശോയാണെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയെ ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരുന്ന ഈശോനെ എല്ലാ ദിവസവും സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഈശോയാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യ സ്വീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ആഴ്ചയിൽ 1 കുർബാനയിൽ പങ്കുകൊണ്ടാൽ മതിയോ? പോരാ. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ആയ ഈശോയെ നമ്മൾ നാവിൽ സ്വീകരിച്ച് ഈശോയെ സ്നേഹിക്കണം. ദിവ്യകാരുണ്യ സ്വീകരണം എന്ന് പറയുന്നത് ഈശോയെ സ്നേഹിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കാം. ഇനിയുള്ള നാളുകളിൽ പറ്റുന്ന അത്രയും ദിവസങ്ങളിൽ മാക്സിമം നന്നായിട്ട് ഒരുങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യ ഈശോനെ ഞാൻ സ്വീകരിക്കും, ഈശോയെ സ്നേഹിക്കും എന്ന് ഒരു തീരുമാനമെടുക്കാം. നാളെ രാവിലെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്: ദിവ്യകാരുണ്യമായ ഈശോ, ആ ഈശോനെ ഞാൻ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് ഒരുങ്ങും എന്നുള്ളത് തീരുമാനം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ അടുത്ത ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യ ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഡേ ആക്കി മാറ്റാം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നന്നായി ഞാൻ ഒരുങ്ങും. പ്രവൃത്തികൾ വഴിയായിട്ട്, മറ്റുള്ളവരെ സഹായിക്കുന്ന വഴിയായിട്ട്, പാപകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി അങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുകൊള്ളും എന്നുള്ള ഒരു തീരുമാനമെടുക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ